എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മൾക്ക് എങ്ങനെ സ്വന്തം ന്യൂമറോസ്കോപ്പ് തയ്യാറാക്കാം. സ്വന്തം ന്യൂമറോസ്കോപ്പ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം നമ്മൾ ലോഷോ ഗ്രിഡിനെ കുറിച്ച് നമുക്ക് ധാരണ വേണം. ഇവിടെ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്നത് ലോഷോ ഗ്രിഡാണ്. സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പിനെയാണ് നമ്മൾ ലോഷോ ഗ്രിഡ് എന്ന് പറയുന്നത്. ഇതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ നമ്മുടെ സ്വന്തം ന്യൂമറോസ്കോപ്പ് തയ്യാറാക്കുന്നത്. വളരെ ലളിതമാണിത്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എത്രയാണെന്ന് നോക്കുക. ഡേറ്റ് ഓഫ് ബർത്തിൽ വരുന്ന നമ്പറുകൾ ഈ സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പിൽ എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ച് പ്ലേസ് ചെയ്യുക. അപ്പോൾ രണ്ട് നമ്പറുകൾ എക്സ്ട്രാ വരും. അത് ഒന്ന് സൈക്കിക് നമ്പറും മറ്റൊന്ന് ഡെസ്റ്റിനി നമ്പറുമാണ്. ഒരു ഉദാഹരണം നമുക്കിവിടെ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് 29/12/1982 എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെയാണ്. ഇവിടെ 29 വന്നതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ സൈക്കിക് നമ്പർ എന്ന് പറയുന്നത് 2 + 9 11 വരും. 11ൻ്റെ 1 കൂട്ടുമ്പോൾ 2 വരും. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് 2 + 9 + 1 + 2 + 1 + 9 + 8 + 2 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 25 വരും. ആ 25-ൽ 5ഉം 2ഉം പരസ്പരം കൂട്ടുമ്പോൾ 7 വരും. അപ്പോൾ നമുക്ക് ഈ ഡേറ്റ് ഓഫ് ബർത്തിലെ എല്ലാ നമ്പറുകളും ഇവിടെയുണ്ട്. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ സൈക്കിക് നമ്പർ 2 ആണ്, ഡെസ്റ്റിനി നമ്പർ 7 ആണെന്ന് നമുക്കറിയാം. ഇനി നമ്മൾ ഈ ഡേറ്റ് ഓഫ് ബർത്തിലെ എല്ലാ നമ്പറുകളും ഈ ന്യൂമറോസ്കോപ്പിൽ എങ്ങനെ വരുന്നു അതിനനുസരിച്ച് ഫില്ല് ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്പർ 29 ആണ്. അപ്പോൾ 2 ആണ് ആദ്യം വരുന്ന നമ്പർ. 2 ഈ സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പിൽ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയും ഇവിടെ എഴുതുക 2. പിന്നെ വരുന്നത് എത്രയാണ്? 9. 29-ലെ 9. 9 സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പിൽ ഇവിടെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് വരുന്നത് 12 ആണ്. 1 എന്ന സംഖ്യ വരുന്നത് സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പിൽ താഴെയായിട്ടാണ്. അതേപോലെ തന്നെ ഇതിലും 1 താഴെയായിട്ട് എഴുതുക. അത് കഴിഞ്ഞ് വരുന്നത് 2. വീണ്ടും 2 വരുന്നു. 2 ഇവിടെ തന്നെ എഴുതാം. അത് കഴിഞ്ഞ് 1982 ആണ്. 1 വരുന്നത് ഈ പൊസിഷൻ തന്നെയാണ്. 1 എഴുതുന്നു. പിന്നെ വരുന്നത് 9 ആണ്. 9 ഇവിടെയാണ് വരുന്നത്. ഇവിടെ അതുപോലെ 9 എഴുതുന്നു. പിന്നെ വരുന്നത് 8 ആണ്. 8 ഇവിടെ ആയിട്ടാണ് വരുന്നത്. ഇവിടെയും 8 എഴുതുന്നു. പിന്നെ വരുന്നത് 2. വീണ്ടും 2 വരുന്നു. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ 2 എഴുതുന്നു. ഇനി 2 നമ്പറുകൾ കൂടി എഴുതണം. അത് ഏതൊക്കെയാണ്? ഒന്ന് ഈ സൈക്കിക് നമ്പർ, ഒന്ന് ഡെസ്റ്റിനി നമ്പർ. സൈക്കിക് നമ്പർ ഇദ്ദേഹത്തിൻ്റെ എത്രയാണ്? 2 ആണ്. അതുകൊണ്ട് വീണ്ടും ഇവിടെ 2 എഴുതുന്നു. വേണമെങ്കിൽ മനസ്സിലാകാൻ വേണ്ടി ഇവിടെ ഒരു പി എഴുതാം, സൈക്കിക് നമ്പർ ആണെന്ന് അറിയാൻ വേണ്ടി. പിന്നെ ഡെസ്റ്റിനി നമ്പർ എത്രയാണ്? 7 ആണ്. 7 എവിടെയാണ് എഴുതേണ്ടത്? 7 ഇവിടെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ വ്യക്തിയുടെ, അതായത് 29/12/1982 ജനിച്ച വ്യക്തിയുടെ ന്യൂമറോസ്കോപ്പ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതാണ് അദ്ദേഹത്തിൻ്റെ ന്യൂമറോസ്കോപ്പ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഉദാഹരണം 2 എന്ന് പറയുന്ന മൂണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ന്യൂമറോസ്കോപ്പിൽ 2 എന്ന് പറഞ്ഞ അക്കങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം മൂണിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൽ അധികമാണ്. അതായത് ഇത് ഹൈലി ഇമോഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത് ഈ 2ൻ്റെ എണ്ണം കണ്ടില്ലേ? ഒരുപാട് 2കൾ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. 9 ഇവിടെ വരുന്നുണ്ട്. 9 എന്ന് പറഞ്ഞാൽ ഒരു ഹ്യൂമാനിറ്റേറിയൻ നമ്പറാണ്. അത് മാത്രമല്ല ഒരു എനർജറ്റിക് നമ്പറുമാണ്. 2 9 വരുന്നത് എപ്പോഴും നല്ലതാണ്. അത് ഭാവിയിൽ പറയാം. ഒരു നമ്പർ വരുമ്പോൾ എന്താണ് ഗുണം, 2 നമ്പർ വരുമ്പോഴുള്ള വ്യത്യാസം എന്താണ്, 3 4 നമ്പറുകൾ വരുമ്പോൾ എന്താണ്, അതിനനുസരിച്ച് എന്ത് മാറ്റമാണ് വ്യക്തിയിൽ ഉണ്ടാകുന്നതെന്ന് പറയാം. 7 എന്ന് പറഞ്ഞൊരു സ്പിരിച്വാലിറ്റിയുടെ നമ്പറാണ്. 1 എന്ന് പറയുന്നത് സണ്ണിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നമ്പറാണ്. 2 1 അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ നല്ല കമ്മ്യൂണിക്കേഷനായിരിക്കും, നല്ല സ്പീച്ചും ആയിരിക്കും, നല്ല എക്സ്പ്രഷനും ആയിരിക്കും. അതായത് അദ്ദേഹം നന്നായിട്ട് വർത്തമാനം പറയുകയും നല്ല ബോഡി ലാംഗ്വേജും ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ. 8 എന്ന് പറയുന്നത് സാറ്റേണിനെ റെപ്രസെൻ്റ് ചെയ്യണം. ഇത് വെൽത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു നമ്പറാണ്. ഇനി മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. ഈ ഉദാഹരണം നോക്കാൻ ഒരു കാരണമുണ്ട്, പറയാം. ഈ വ്യക്തിയുടെ സൈക്കിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. 2 ആണല്ലോ. 0 + 2 2 തന്നെ, 2. ഇദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി നമ്പർ എത്രയായിരിക്കും? നമുക്കൊന്ന് കൂട്ടി നോക്കാം. 8 2നോട് 2ഉം 8ഉം കൂട്ടുമ്പോൾ 10 കിട്ടും. 11 കിട്ടും. ഈ 11നോട് 8 കൂട്ടുമ്പോൾ 19 കിട്ടും. 9 1 10 കിട്ടും. 10ൻ്റെ 1 0 കൂട്ടി 1 കിട്ടും. ഇവിടെ ഒരു പ്രത്യേകത, 9 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 9 ഏത് സംഖ്യയോട് കൂട്ടിയാലും അത് തന്നെ കിട്ടും. അതുകൊണ്ടാണ് ഞാനിവിടെ 9 കൂട്ടാതിരുന്നത്. ഞാൻ ആകെ കൂട്ടിയത് 2ഉം 8ഉം കൂട്ടി, അപ്പോൾ 10 കിട്ടി. ആ 10നോട് 1 കൂട്ടി, അപ്പോൾ 11 കിട്ടി. 11നോട് ഞാൻ ഈ 9കളൊന്നും കൂട്ടിയില്ല. 11നോട് നേരെ 8ആണ് കൂട്ടിയത്. 11 8ഉം 19 കിട്ടി. 9ഉം 1ഉം 10 കിട്ടി. 10 1 + 0 1. 9നോട് നമ്മൾ ഏത് സംഖ്യ കൂട്ടിയാലും ആ സംഖ്യ തന്നെ ആണ് നമുക്ക് കിട്ടുന്നത്. ഉദാഹരണം പറഞ്ഞാൽ 9 + 5 കൂട്ടി നോക്കാം, 14 കിട്ടും. 14 കിട്ടിയാൽ 1 +
4 എന്ന് പറയുന്നത് 5 തന്നെയാണ്. 9ൻ്റെ ഒരു പ്രത്യേകതയാണിത്. അതുകൊണ്ട് 9 വരുമ്പോൾ നമുക്ക് കൂട്ടാതെ തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സൈക്കിക് നമ്പർ എന്ന് പറയുന്നത് 2ആയി, ഇദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനി നമ്പർ എന്ന് പറയുന്നത് 1ആയി. ഇനി ഇത് ഈ ലോ ഷോ ഗ്രിഡ് വെച്ച് എങ്ങനെ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 2 എവിടെയാണ് ഫില്ല് ചെയ്യേണ്ടത്? ഈ ഡേറ്റ് ഓഫ് ബർത്തിലെ 2 ഇതിവിടെ തന്നെ ഫില്ല് ചെയ്യാം. അതിനുശേഷം വരുന്നത് എത്ര? 08 ആണ്. 8 എവിടെയാണ്? സ്റ്റാൻഡേർഡ് ലോ ഷോ ഗ്രിഡിൽ എവിടെയാണ് നമുക്കറിയാം. അതുപോലെ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്തു, 8 ഫില്ല് ചെയ്തു. പിന്നെ ഒരു 1989, 1 എവിടെയാണ്? 1 ഇവിടെയാണെന്നറിയാം, 9 ഇവിടെയാണെന്നറിയാം, വീണ്ടും ഒരു 8 വന്നു, 8 ഇവിടെയാണെന്നറിയാം, 89ൻ്റെ 9 വന്നു, 9 ഇവിടെയെന്നറിയാം. ഇനി ഫില്ല് ചെയ്യേണ്ടത് എന്താ? ഇനി ഫില്ല് ചെയ്യേണ്ടത് നമ്മുടെ സൈക്കിക് നമ്പറും ഡെസ്റ്റിനി നമ്പറുമാണ്. ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ സൈക്കിക് നമ്പർ സിംഗിൾ ഡിജിറ്റാണ് വരുന്നതെങ്കിൽ ആ സിംഗിൾ ഡിജിറ്റ് നമ്മളിവിടെ എഴുതി കഴിഞ്ഞു, പിന്നീട് ആ സിംഗിൾ ഡിജിറ്റ് എടുത്ത് എഴുതേണ്ട ആവശ്യം ഇല്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഒരാളുടെ 1 മുതൽ 9 വരെയുള്ള സംഖ്യകളാണ്, അല്ലെങ്കിൽ 1 മുതൽ 9 വരെയുള്ള തീയതികളാണ് ഈ വ്യക്തി ജനിക്കുന്നതെങ്കിൽ അത് ഈ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ അവിടെ അതാത് സ്ഥലങ്ങളിൽ എഴുതിയാൽ മാത്രം മതി. പിന്നീട് സൈക്കിക് നമ്പർ എന്ന് പറഞ്ഞ കൺസെപ്റ്റിൽ അത് വീണ്ടും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. ഈ 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ മാത്രമല്ല, 10-ാം തീയതി ജനിച്ചാലും 20-ാം തീയതി ജനിച്ചാലും 30-ാം തീയതി ജനിച്ചാലും സെയിം തന്നെയാണ്. അതായത് 10-ാം തീയതിയാണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ ഈ 1 നമ്മൾ എഴുതുമല്ലോ, ഇവിടെ എഴുതും. അതിനുശേഷം പിന്നീട് സൈക്കിക് നമ്പർ 1 ആണെന്ന് പറഞ്ഞ് വീണ്ടും എഴുതേണ്ട കാര്യമില്ല. 20-ാം തീയതിയാണ് ഒരാൾ ജനിക്കുന്നതെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ ഇതിൽ എൻ്റർ ചെയ്യുമ്പോൾ 2 നമ്മൾ എൻ്റർ ചെയ്യും. പിന്നീട് ഇയാളുടെ സൈക്കിക് നമ്പർ 2 ആണെന്നും പറഞ്ഞ് വീണ്ടും എൻ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ 30-ൻ്റെയും 30 ഡേറ്റ് ഓഫ് ബർത്ത് എഴുതുമ്പോൾ തന്നെ നമ്മൾ 3 കറസ്പോണ്ടിങ് പ്ലേസിൽ ഇവിടെ എഴുതും. അതിനുശേഷം 3 + 0 സൈക്കിക് നമ്പർ 3 ആണെന്ന് പറഞ്ഞ് വീണ്ടും എടുത്ത് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു എക്സെംഷൻ ഉണ്ട്. ആ എക്സെംഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് എടുത്തത്. അതായത് 1 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകളാണെങ്കിൽ അത് ഒരു പ്രാവശ്യം എഴുതിയാൽ മതിയാകും. 10, 20, 30 വന്നാലും അത് ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതിയാകും. പക്ഷേ ഡെസ്റ്റിനി നമ്പറിന് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഡെസ്റ്റിനി നമ്പർ ഏത് നമ്പർ ആണെങ്കിലും നമ്മൾ നിർബന്ധമായിട്ടും ഇൻക്ലൂഡ് ചെയ്താൽ മതിയാകും. അപ്പോൾ ഡെസ്റ്റിനി നമ്പർ ഇവിടെ എഴുതാം. അപ്പോൾ ഇവിടെ എഴുതി. അപ്പോൾ ഇതാണ് ന്യൂമറോസ്കോപ്പ് എന്ന് പറയുന്ന സംഗതി. സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾക്ക് അവനവൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൂടി നോക്കി അവനവൻ്റെ ന്യൂമറോസ്കോപ്പ് തയ്യാറാക്കാം. ഈ ന്യൂമറോസ്കോപ്പ് വെച്ചിട്ട് നമ്മൾ ഹോറോസ്കോപ്പിൽ ചെയ്യുന്ന പോലെ പല കാര്യങ്ങളും നമ്മൾക്ക് പ്രവചിക്കാൻ കഴിയും. അതുമാത്രമല്ല മാച്ച് മേക്കിംഗ്, അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും ന്യൂമറോസ്കോപ്പ് നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക പൊരുത്തം നോക്കില്ലേ, അതുപോലെ നോക്കാൻ സാധിക്കും. അതിന് 2 പേരുടെയും ന്യൂമറോസ്കോപ്പ് ഇതുപോലെ തയ്യാറാക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ന്യൂമറോസ്കോപ്പ് തയ്യാറാക്കി വെക്കുക, അല്ലെങ്കിൽ തയ്യാറാക്കാൻ പഠിക്കുക. നന്ദി, നമസ്കാരം.